ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മുടെ ക്ലാൻ വാർ ലീഗ് ഡേ 2 ആണ് ഗൈസ്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. സംഭവം ഞാൻ ഡേ 1 നമ്മുടെ കഴിഞ്ഞ വാർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ ആദ്യം കളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ പ്രാവശ്യവും ഭയങ്കര വെറും 3G ടീംസൊക്കെയാണ്, നമുക്ക് ഈസി ആയിട്ട് തന്നെ ജയിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ മൊത്തത്തിൽ ഒരു ടോട്ടലി ഒരു കംപ്ലീറ്റ് മാറ്റി മറിച്ച ഒരു ഇവൻ്റാണ് നടന്നത് ഗൈസ്. കഴിഞ്ഞ വാർ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വാറിൽ നമ്മളും 43, അവന്മാർ 43 എടുത്തായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ വീഡിയോയിൽ അവന്മാർ വെറും 3 സ്റ്റാർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു അവന്മാരെന്ത് ചെയ്യാനായി, അവന്മാരൊന്നും ചെയ്യത്തൊന്നുമില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഞാൻ ഈസി എന്നൊക്കെ പറഞ്ഞിട്ടെ. പിന്നെ നോക്കിയപ്പോൾ ലാസ്റ്റ് 1 അവർ ആയപ്പോൾ അവന്മാരുടെ അടി കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. അതാ കണ്ടോ, എല്ലാ ബേസും അടിച്ച് തീർത്തു. ഭാഗ്യത്തിന് എൻ്റെ ടോപ്പ് ബേസും തൊട്ട് താഴെയുള്ള ബേസ് എന്തോ ലക്കിൽ അവന്മാർ 2 സ്റ്റാർ എടുത്തിട്ടുള്ളൂ. അല്ലായിരുന്നെങ്കിൽ നമ്മൾ പൊട്ടിയേനെ. അമ്മാതിരി അവസ്ഥയാണ്. അതേപോലെ തന്നെ ഗൈസ്, നമ്മുടെ ക്ലാൻ ഇതാണ് നമ്മുടെ ടോട്ടൽ ഇവൻറ്റ്. മൊത്തത്തിൽ അത്യാവശ്യം ടാസ്ക് ആയിട്ടുള്ള പയ്യന്മാരാണ് ഇവന്മാർ. ഭയങ്കരമായിട്ട് കഴിഞ്ഞ വാറ് കണ്ടോ, പിന്നെ മൊത്തത്തിൽ നല്ല ടൈറ്റായിട്ടുള്ള ഇതാണ്. കളിക്കാത്ത പ്രത്യേകിച്ചുള്ള വലിയ പ്ലെയേഴ്സൊന്നും ഇല്ല. എല്ലാവരും നല്ല അത്യാവശ്യം ടഫായിട്ട് നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡേ 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഡേ 2 അവന്മാർ അത്യാവശ്യം കുറച്ച് ടാസ്ക്കാണ്. ഇവന്മാരിപ്പോൾ 2 സ്റ്റാർസ് വെച്ച് 2 ബേസിൽ എടുത്തിട്ടുണ്ട്. സോ അവിടെ ഒരു 2 സ്റ്റാർസിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അവന്മാർ 3 സ്റ്റാറാണ് എടുത്തത്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരുത്ത മാത്രമേ 2 സ്റ്റാർ എടുത്തോളൂ. അപ്പോൾ നമുക്ക് വേണമെന്ന് വിചാരിച്ച ടോപ്പ് ബേസ് ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഈ വാർ ജയിക്കാൻ പറ്റും. പക്ഷേ ടോപ്പ് ബേസ് ആണ് ഞാൻ കളിക്കാൻ പോണേ. എനിക്കൊരു ഐഡിയ ഇല്ല. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ചാലഞ്ച് കൊണ്ടുവന്നായിരുന്നു. ഫുൾ എയർ പ്രൂഫ്സ് ഇട്ടിട്ട് ഗ്രൗണ്ട് ഹീറോസ് വെച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ എന്തായാലും ആ ചാലഞ്ച് നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ചാലഞ്ചും കൂടെ നമ്മൾ ഇതിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് എന്തായാലും നമുക്ക് സെക്കൻഡ് ബേസിനെ കയറി അറ്റാക്ക് ചെയ്യാം ഗൈസ്. കണ്ടിട്ടൊന്നുമില്ല ഗൈസ്, നേരെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു ഐഡിയ ഇല്ല. ഞാൻ തൊട്ട് മുമ്പ് കുറച്ച് പ്രാക്ടീസ് എങ്കിലും ചെയ്യണമായിരുന്നു. കുഴപ്പമില്ല. ബേസ് കിട്ടി ഗൈസ്. അത്യാവശ്യം കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. എയർ സ്വൈപ്പർ വെച്ചിരിക്കണ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ നമ്മൾ ഏത് ഡയറക്ഷനിൽ കൂടെ അടിക്കും എന്ന് ചോദിച്ചാൽ ഈ ഏരിയ ഫുള്ളും ഗ്യാപ്പാണ്. സോ ഡ്രാഗൺസ് ആ ഏരിയയിൽ ഇറക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ക്യാമറ വേണ്ട, ക്യാമറ മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ ഞാൻ ഇറക്കുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ റാൻഡമായിട്ട് പെട്ടെന്ന് ഒരു സാധനം എടുത്തു, അവിടെ ഇട്ട് കളിക്കുകയാണ്. നമുക്ക് നോക്കട്ടെ. ദൈവമേ കാത്തുന്നേ. ഓക്കെ, നമ്മുടെ സ്പിരിറ്റ് ഫോക്സ് ഡെഡായി. അടുത്ത ഇൻവൈറ്റ് കൊടുത്തു. ഈ ഏരിയയിൽ എന്തുകൊണ്ട് ഇറക്കിയെന്ന് ചോദിച്ചാൽ ഈ ഏരിയയിലാണ് അത്യാവശ്യം നല്ല കുറച്ച് ഡാർക്ക് ബിൽഡിങ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഏരിയ ഇറക്കുന്നതായിരിക്കും ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് എന്തുകൊണ്ട് നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ഇൻവി എങ്ങോട്ടാ പോണേ? അങ്ങോട്ട് കറങ്ങിക്കൊണ്ടിരിക്കണം. ചാവരുത്. സ്റ്റേ. അടുത്തൊരു ഇൻവി. നമുക്ക് ഇനി 2 ഇൻവിയും കൂടെ ഉള്ളൂ കയ്യിൽ. അടുത്ത ചാവരുത്. ഗുഡ്. ഓക്കെ, ഇനി ചത്തോ. ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഇവന്മാർ ഇത്രയും ഒന്ന് റൂട്ടപ്പ് ചെയ്യാം. യെസ്, ഗുഡ്, പെർഫെക്റ്റ് ആണ്. ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ക്വീൻ്റെ തലയുടെ മുകളിൽ മറ്റേ പുതിയ സേജ് മിഷൻ. പിന്നെ ഫുൾ ഡ്രാഗൺസ് നമ്മൾ നേരത്തെ പിടിച്ചിറക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഇട്ടൊരു ടോട്ടസ് ബില്ലിടാം. ആ ഡിഫൻഡറിനെ ഗാർഡിയൻ അവൻ എന്താ? ഓക്കെ, ഗുഡ്. ഓക്കെ, എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെ അറ്റാക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇലക്ട്രോ ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. സോ ഞാൻ കൊടുക്കേണ്ട ആവശ്യം ഇപ്പോൾ വന്നു. ഒരു ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തു. ഫ്രീസ് ചെയ്യേണ്ട ആവശ്യം വരും എന്ന് തോന്നുന്നു. ബട്ട് അതിന് മുമ്പ് നമുക്ക് ഡ്യൂക്ക് ഡ്രാഗനെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ ഒന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് പണിയാണ്. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ ടോപ്പ് സൈഡിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നില്ല. ഇവനെ വീണ്ടും ഒന്ന് ഫ്രീസ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഫ്രീസിങ് സ്പെൽസ് എല്ലാം തീർന്നിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരു ടോട്ടസ് ബെൽ ഇട്ടു. ഓക്കെ, നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ടോട്ടസ് ബെൽ അവിടെ ഇട്ടത്. ബേബി ഡ്രാഗനെ നമുക്ക് ഇവിടെ ഇടാം. ഹിയർ വി ഗോ. 2 മിനിയൻസ് ഫുൾ ആർച്ചസ് ഇറക്കിയിട്ടുണ്ട്. ഫോറക്സ് ഇടുന്നു. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. യെസ്, സിമ്പിളാ. നമ്മുടെ സെക്കൻഡ് ബേസ് നമ്മൾ അടിച്ച് തകർത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ബേസ് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് അറ്റാക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ചാലഞ്ച് നമുക്ക് അടുത്തയോ അറ്റാക്കിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾക്ക് ബേസ് കിട്ടി. അത്യാവശ്യം കുറച്ച് ടാസ്ക് ആണോ എന്ന് ചോദിച്ചോ ടാസ്ക് അല്ല, പക്ഷെ ടാസ്ക് അല്ല എന്ന് ചോദിച്ചാൽ ടാസ്ക്കാണ്. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ നിൽക്കണേ. ഓക്കെ, നമുക്ക് ഡ്യൂക്ക് ഡ്രാഗൺ ചാർജിന് വേണ്ടി നമ്മൾ ഡ്യൂക്ക് ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൺ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. സോ വലിയ സീന് കാണുന്നില്ല.
ഇൻവിട്ടു. അവിടെ ഫുള്ളും ഹീറോസും ഗാർഡിയൻസും എല്ലാവരും അവിടെ നിരത്തി പിടിച്ച് വയ്ക്കുക. അപ്പോൾ ഡ്യൂക്ക് ഡ്രാഗൻ്റെ കിട്ടിലും ചാർജ് കൊണ്ട് തന്നെ ആ മൊത്തത്തിൽ ഇപ്പം തന്നെ ഏകദേശം പയ്യന്മാർ തട്ടിപ്പോയിട്ടുണ്ട്. ഈ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ടൗൺ ഹാളും കിട്ടും. ടൗൺ ഹാളും സെക്യൂറാണ്. നമ്മുടെ മോണോലിത്ത് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അടുത്തൊരു ഇൻവി. യെസ്, മോണോലിത്ത് ടൗൺ ഹാൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അടുത്തൊരു ഇൻവി ഇട്ട് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, ഇങ്ങോട്ടാണ് പോകുന്നത്. കൊള്ളാം, നല്ലൊരു പാറ്റേണിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ പോകുന്നത്. ഫയർ സ്പിറ്ററും കൂടെ കിട്ടിയാൽ നമുക്ക് ലക്കായിരിക്കും കേട്ടോ. എന്തിനാടാ നീ അതിൻ്റെയൊക്കെ ബാക്കിൽ പോകണം? പൊട്ടനാണോ നീ? ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി കൊടുത്തു. ഫയർ സ്പിറ്റർ കിട്ടോ? യെസ്, ഫയർ സ്പിറ്റർ കിട്ടി. സീൻ സാധനം. അപ്പോൾ ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. ക്വീൻ്റെ കിഡിൽ എബിലിറ്റി പോയിട്ടുണ്ട്. ഫുൾ ഡ്രാഗൻസ് നിരത്തി പിടിച്ച് നമ്മൾ ഈ ഏരിയയിലോട്ട് കംപ്ലീറ്റ് ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, ക്വീൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ പുതിയ സേജ് മിഷൻ, ഫുള്ള് ഡ്രാഗൺ റൈഡേഴ്സ് നമ്മൾ ടോട്ടലി ഇറക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വീനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണത് എത്രയും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമ്മുടെ അറ്റാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പ്രശ്നങ്ങളായിട്ട് കാണുന്നില്ല. ആരെ റൂട്ട് ചെയ്യണം എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നടുക്കൊരു ടോട്ടസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇലക്ട്രോ ഡ്രാഗൻ അപ്പുറത്തെ സൈഡ് ഇറക്കി. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി സ്റ്റാർട്ട്. യെസ്, ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. ഡ്യൂക്ക് ഡ്രാഗൻ എബിലിറ്റി ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ നടുക്കിട്ടൊരു ടോട്ടസ് ഇടാം. ഓക്കെ, നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ അവിടെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവന്മാരെയും കൂടെ ഒന്ന് ഫ്രീസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പയ്യന്മാരെല്ലാവരും ഇവിടെ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇവന്മാരെ തന്നെ വീണ്ടും ഫ്രീസ് ചെയ്യുന്നു. ഒരു ബേബി ഡ്രാഗൺ ഇറക്കുന്നു. അതിനനുസരിച്ച് ഒരു ആർച്ചറും കൂടെ താഴെ ഇറക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ഓവർ ഗ്രോത്ത് സ്പെല്ലുണ്ട്. നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അറ്റാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കുറച്ചിടാം. യെസ്, അത്രേ ഉള്ളൂ. സിമ്പിളടാ എടാ, അത്രേ ഉള്ളൂ ഗൈസ്. സിമ്പിളായിട്ട് അടിച്ച് തകർത്തിട്ടുണ്ട്. വേറെ ഒരു കൈയുമില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാലഞ്ച് നമുക്ക് ലാസ്റ്റ് അറ്റാക്കിലോട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ബാക്കിയുള്ള ബേസ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഇപ്പം നമുക്ക് കിട്ടിയ ബേസ് ഇതാണ്. ഇവിടെ നോക്കിയാൽ നമ്മുടെ എയർ സ്വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. പക്ഷേ രണ്ട് സൈഡിൽ ഈ ഏരിയ കുറച്ച് വൾണറബിൾ സൈഡാണ്. അവിടെ നമ്മുടെ സ്പെൽ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഞാൻ കുറച്ചൊരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയിലാണ് ഞാൻ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദൈവമേ വർക്കാവണേ. ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. യെസ്, ആരോ വർക്കായിട്ട് സെറ്റായിട്ട് കയറിയിട്ടുണ്ട്. ഒരു ഡ്രാഗൻ ഇവിടെ ഇറക്കുന്നു. ബാക്കി ഫുൾ ഡ്രാഗൻസ് ഈ ഏരിയയിൽ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ ഇറക്കുന്നു. മിനിയൻ പ്രിൻസ്, ക്വീൻ്റെ തലയുടെ മുകളിൽ മറ്റേ പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്. അയ്യോ, ഇതാണോ അറ്റാക്കെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓ ഷിറ്റ്, എന്തുകൊണ്ട് ഞാൻ ഷിറ്റ് എന്ന് വിളിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച അറ്റാക്ക് അല്ല. ഞാൻ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്തൊരു ടോട്ടം സ്പെല്ല് ഈ ഏരിയയിലൊന്ന് റേജ് ചെയ്യാണ്. ഗ്രാൻഡ് വാർഡൻ എവിടെ? ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇതിട്ട് പിടിക്കാം. ഒരു ഫ്രീസും കൂടെ ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഒരു മണ്ടത്തരമായി പോയി ഗൈസ്. മണ്ടത്തരം എന്ന് തന്നെ ഇതിനെ പറയണം. ഞാൻ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് എന്ന് വിചാരിച്ചാൽ ഞാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, അയ്യോ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് അല്ലല്ലോ ഇതെന്ന്. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്ത് മൊത്തത്തിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ബേബി ഡ്രാഗനെ നമുക്ക് എവിടെ ഇറക്കാനാ? ടോപ്പ് സൈഡിൽ ഇറക്കാം. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ ചാവൂല. ഓക്കെ, നമുക്ക് ഈ ഏരിയയിൽ ഒരു 1 2 3 മിനിയൻ പ്രിൻസ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഹീറോസ് ഒന്നും ചത്തിട്ടില്ല. ഓക്കെ, യെസ്. ഓക്കെ, ഞാൻ കുറച്ചൊന്ന് പേടിച്ച് പോയി കേട്ടോ. ഞാൻ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് എന്ന് വിചാരിച്ചാൽ ഞാൻ അറ്റാക്ക് ചെയ്ത. പിന്നെ എനിക്ക് മനസ്സിലായത് ദൈവമേ നമ്മൾ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് അറ്റാക്ക് അല്ലല്ലോ. പക്ഷേ സ്റ്റിൽ നമ്മൾ മാനേജ് ചെയ്ത് നമ്മുടെ റിവൈവ് സ്പെല്ല് ഇരിക്കെ തന്നെ നമ്മൾ ഈസി ആയിട്ട് തന്നെ നമ്മുടെ അടിച്ച് തകർത്ത് വിട്ടിട്ടുണ്ട് ഈ ബേസ്. നമ്മുടെ ലക്ക് എന്ന് തന്നെ പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നു. അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബേസ് ഏതാണെന്ന് നമുക്ക് നോക്കട്ടെ. കെട്ടി ബേസ്. ഈ ബേസ് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടം വരണം ഗൈസ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. ഈ ബേസിൻ്റെയൊക്കെ അവസ്ഥ കണ്ടാണോ ഞാൻ സങ്കടപ്പെടുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഡ്യൂക്ക് ഡ്രാഗനെ മൊത്തത്തിൽ എവിടെ ഇറക്കിയാൽ ശരിയാവും? ഇത് മൊത്തത്തിൽ ഒരു കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന ഒരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ കൊണ്ട് ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇൻവിട്ടു. ഓക്കെ, നൈസായിട്ട് തന്നെ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ ചാർജ് ചെയ്ത് കയറുന്നുണ്ട്. വലിയ സീനൊന്നും കാണുന്നില്ല. അടുത്തൊരു ഇൻവി. ആ ഇൻവിയുടെ ആവശ്യമില്ലായിരുന്നു. സ്പിരിറ്റ് ഫോക്സിൻ്റെ ഇൻവി അവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ഇൻവി ഇട്ടു, കുഴപ്പമില്ല. അടുത്തൊരു ഇൻവി ഇട്ടു.
ഓക്കെ, ഇനി സ്പിരിറ്റ് ഫോക്സിൻ്റെ ഇൻവി. യെസ്, ഗുഡ്, പെർഫെക്റ്റ് ഫൈന്. ഇവിടെ ഒന്ന് ഇൻവി ഇട്ട് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ ഒന്ന് അകത്ത് കയറ്റാനാണ് എൻ്റെ പ്ലാൻ. യെസ്, കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ കറക്റ്റായിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. മാസീവായിട്ട് ആ ഏരിയയിലുള്ള ബിൽഡിങ്സ് എല്ലാം എന്താണ് സ്കെൽട്ടൻസിൻ്റെ അടുത്ത് പോണേ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഇൻവിന്ന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബിൽഡിങ്സ് തന്നെ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ കൊണ്ട് ചാർജ് ചെയ്ത് സെറ്റാക്കാൻ പറ്റിയില്ല ഗൈസ്. അതാണ് ഒരു വലിയൊരു ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. അതും ഒന്നും ആയില്ല, എന്ത് കഷ്ടമായത്. ഫുൾ ഡ്രാഗൻസ് ഇറക്കി, ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ ആ ടോപ്പ് സൈഡിൽ ഫുൾ ഡ്രാഗൻ റൈഡേഴ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇലക്ട്രോ ഡ്രാഗനെ നമുക്ക് ഈ ഏരിയയിൽ ഇറക്കാം. യെസ്, ഇലക്ട്രോ ഡ്രാഗൻ ഇറക്കിയിട്ടുണ്ട്. റൂട്ട് ചെയ്യേണ്ടവരെല്ലാം ഇവന്മാർ എത്ര റൂട്ട് ചെയ്യാം, നടുക്കൊരു ടോട്ടം സ്പെല്ലിടാം. ഓക്കെ, സെറ്റാണ്. ഓക്കെ, അത്യാവശ്യം നമ്മുടെ അറ്റാക്ക് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുകയാണ്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി ഞാൻ ഇപ്പോൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗനെ ഞാൻ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഒരു ബേബി ഡ്രാഗൻ ടോപ്പ് സൈഡ് ഇറക്കി. നോ 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 പ്ലീസ്, അറ്റാക്ക് പെട്ടെന്ന് പോകരുത് പ്ലീസ്. ഓ, ഈ ഏരിയയിൽ പ്ലീസ്. നമ്മൾ മൊത്തത്തിലുള്ള എല്ലാവരും നമ്മൾ ഇറക്കി കൊടുത്തു ഗൈസ്. ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ട്രാപ്പായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയമാണോ അത് സത്യമാണോ എന്ന് നമുക്ക് കണ്ടറിയാം. ഓ ഷിറ്റ്, എല്ലാത്തിൻ്റെ വാക്യാഴത്തോട്ടാണ് നമ്മുടെ ട്രൂപ്സ് എല്ലാം ചെന്ന് കയറി കൊടുക്കണേ. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തു. ആ ഏരിയയിൽ ചെറുതായിട്ടൊന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു ബേബി ഡ്രാഗൺ ഇപ്പോഴത്തെ ഏരിയയിൽ ഞാൻ ഇറക്കി. 4x ഇടാം, എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ ഗൈസ്. 4x ഇട്ടു. എൻ്റെ പൊന്നോ, എന്തൊരു അറ്റാക്ക് ആയിരുന്നത്. ഈ 4x ഇല്ലാതെ ഞാൻ ഈ ത്രൂ ഔട്ട് ഞാൻ ടെൻഷൻ അടിച്ച് മരിച്ചേനെ ഗൈസ്. ഓക്കെ, നമ്മുടെ ഈ അറ്റാക്ക് തീർന്നു. ഓക്കെ ഗൈസ്, നമ്മൾ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചലഞ്ചിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു പയ്യൻ പറഞ്ഞ പോലത്തെ ഗ്രൗണ്ട് ഹീറോസും എയർ ട്രൂപ്സും വെച്ചാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ബേസിനെ തന്നെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ബേസ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബേസ്. നേരത്തെ നമ്മൾ ഒരു ഡ്യൂക്ക് ഡ്രാഗൻ ചാർജ് കൊണ്ട് ഈസി ആയിട്ട് അടിച്ച ഒരു ബേസ് ആണിത്. ഇത് നമ്മൾ താഴത്തെ ബേസിൽ ഇതേപോലത്തെ ഒരുത്തം വെച്ചായിരുന്നു, അതിനാണ് നമ്മൾ അടിച്ചത്. ഈ ബേസിൽ നമുക്ക് ഡ്യൂക്ക് ഡ്രാഗൻ ചാർജ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട്, ഞാൻ ഇപ്പോഴും പറയാം, സിമ്പിളായിട്ട് നമുക്ക് 3 സ്റ്റാർ കിട്ടുന്ന ഒരു ബേസാണിത്. ബട്ട് ഇപ്പോൾ ഞാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അറ്റാക്കിലോട്ടാണ് ഞാൻ പോകുന്നത്. ഒരു ഐഡിയ ഇല്ല, എനിക്കൊരു കുറച്ച് പേടിയുണ്ട്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ വാറ് പൊട്ടി, കിട്ടിയാൽ നമ്മൾ വാറ് ജയിക്കും. അങ്ങനത്തെ ഒരു മിഡ് ലൈൻ അറ്റാക്ക് പോലെയാണ് നമ്മൾ ഇവിടെ നിൽക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ട്രൂപ്സ് ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഗൈസ്. ഇതൊക്കെ തന്നെയല്ലോ. ഗ്രാൻഡ് വാർഡൻ ഗ്രൗണ്ടാണ് അത്. നമുക്ക് അറ്റാക്ക് ചെയ്യാൻ നേരത്തെ ഗ്രാൻഡ് വാർഡനെ ഗ്രൗണ്ട് ആക്കാം. അപ്പോൾ ഗൈസ്, ബാക്കിയെല്ലാം പറയണ പോലെ ബാക്കി വരണ വഴി വെച്ച് കാണാം. ഇറ്റ് ഈസ് എ ഗെയിം. ഓക്കെ, നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു, അറ്റാക്കും കൊടുത്തിട്ടുണ്ട്. ദൈവമേ കാത്തോളണേ, 2 സ്റ്റാറെങ്കിലും കിട്ടണേ എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റേഞ്ച് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ എന്തോ നല്ല അടി വരും. പ്രാവശ്യം ഇറക്കി. യെസ്, ഓക്കെ. ഇൻവി പ്രോത്സാഹനം അവിടെ നിന്ന അറ്റാക്ക് വേറെ പല വഴി കൂടെ വരും. ഓക്കെ, ഇൻവി ഇട്ടു. ഓക്കെ, അത്യാവശ്യം നല്ല കുറച്ച് ബാഡാണ്, ബട്ട് സീനില്ല. ഓക്കെ, ഗുഡ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ റോയൽ ചാമ്പ്യൻ്റെ വാക്ക് പോകുന്നുണ്ട്. ഡ്യൂക്ക് ഡ്രാഗനെ ഞാൻ ജസ്റ്റ് മാറ്റി റോയൽ ചാമ്പ്യന് വാക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ട്രൂപ്സ് ഒന്നും പോലും ഇതുവരെ നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മൾ സെയിം ട്രൂപ്സ് ഇട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അടുത്തൊരു എൻവി, ലാസ്റ്റ് ഞാൻ ഫൈനൽ എൻവി ഇറക്കി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത അറ്റാക്ക് ചെയ്യാം. ക്വീനെ ഞാൻ ഇവിടെ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ത്രൂ ഔട്ട് നല്ലൊരു എബിലിറ്റി വന്നു. കിങ്ങിനെ കൂടെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഇലക്ട്രോ ഡ്രാഗൺ നമുക്ക് ഈ ഏരിയ ഇറക്കാം. ഫുൾ ഡ്രാഗൺസ് ഈ ഏരിയയിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് ഇറക്കുകയാണ്. ഗ്രാൻഡ് വാർഡൻ, പുതിയ സേജ് മിഷൻ, ഡ്രാഗൺ റൈഡേഴ്സ്, ടോട്ടൽ ഹീറോസ് നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ടോട്ടൽ സ്പെല്ല് വേണ്ട. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തു. ഓ ചത്തില്ലേ. നടുക്കൊരു ടോട്ടം സ്പെല്ലിട്ടു. നമുക്ക് ആരെങ്കിലും റൂട്ടപ്പ് ചെയ്യണോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നടുക്കൊരു ടോട്ടം സ്പെല്ലിട്ടു. ഓക്കെ, നമ്മുടെ ട്രൂപ്സിനെയൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. ഇവിടെ ഒരു പോയിസൺ ഇട്ടു. ഫ്രീസ്. ഓക്കെ, ആ ഏരിയ ഫ്രീസാക്കി. ഓക്കെ. വേണമെങ്കിൽ നമുക്ക് ഇമാരി ഇത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യാം. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിലവിൽ. പ്രശ്നങ്ങൾ നിലവിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. 2 മിനിറ്റ്സ് ആ ഏരിയയിൽ ഇറക്കി, അതിനനുസരിച്ച് ഫുൾ ആർച്ചേഴ്സ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ബേബി ഡ്രാഗൺ നമുക്ക് ഇപ്പുറത്ത് ഇറക്കാം.
റോയൽ ചാമ്പ്യനെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഞാൻ ഫോറസ്റ്റ് ഇടണോ? ഫോറസ്റ്റ് ഇടാം. എന്തായി എടാ പോടാ സീൻ. യെസ് ഗൈസ്, നമ്മുടെ ചാലഞ്ച് അതോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ബേസ്, ക്ലാൻ വാർ ലീഗിലെ ഫസ്റ്റ് ബേസിന് എന്നെ നമ്മുടെ പയ്യൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചാലഞ്ച് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് നല്ല 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഓ, ഇതിൽ കൂടുതലൊരു സന്തോഷം, ഇതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഗൈസ്. നമ്മൾ റിസ്ക് എടുത്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ കിട്ടണ ഒരു 3 സ്റ്റാർ അല്ലേ, അതൊരു വേറെ ലെവൽ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കിട്ടിലും സാധനമാണ്. നമ്മൾ ചുമ്മാ 3 സ്റ്റാർ കിട്ടണേ കാട്ടി നമ്മളൊരു ചലഞ്ച് എടുത്ത് അത് ഇന്ന് 3 സ്റ്റാർ കിട്ടുമ്പോൾ അത് വേറെ ലെവൽ സാധനമാണ്. ഒന്നും പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. താങ്ക് യുടാ, സെറ്റ്. ഓക്കെ, നമുക്ക് ഇനി 2 ബേസും കൂടെ ഉണ്ട്. 2 ബേസും കൂടെ നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത അറ്റാക്ക് ഒരു ടൗൺ ഹാൾ 17 ആണ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട് ബേസ്. ഇതാണ് ടൗൺ ഹാൾ 17. അത്യാവശ്യം ടാസ്ക് ഉള്ള ബേസ് ആണല്ലോ. ടാസ്ക് ആണ്. ഓഫ്, ഇൻവി ഉണ്ടല്ലേ. റോയൽ ചാമ്പ്യൻ വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ റോയൽ ചാമ്പ്യൻ വാക്ക് എത്രത്തോളം ഇവിടെ സക്സസ് ആവും, ഇവൻ്റെ സ്കാറ്റർ ഷോട്ടൊക്കെ ഫയർ സ്പിക്കേഴ്സൊക്കെ പുറത്തും വളഞ്ഞും തിരിഞ്ഞുമൊക്കെയാണ് വെച്ചേക്കണേ. ബട്ട് സ്റ്റിൽ ഇതൊരു മെസ്സി ടൈപ്പാണ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് റോയൽ ചാമ്പ്യനെ നമ്മൾ ഈ ഏരിയയിൽ ഇറക്കിയിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ സ്മൂത്തായിട്ട് കയറി കൊടുക്കുന്നുണ്ട്. ഒരു ഇൻവി ഇട്ടു. ഓക്കെ, നൈസ്. റോഷറ്റ് ക്യാനനെ ടാർഗറ്റ് ചെയ്യുന്നു. അതും കൂടെ ചേർത്ത് പിടിച്ച് അടുത്തൊരു ഇൻവി. സിംഗിൾ ഇൻഫർണോ. ഓക്കെ, ഗുഡ്. അടുത്തൊരു ഇൻവി. അകത്തോട്ട് കയറുക. ഓക്കെ, നൈസ്. നിലവിൽ നമ്മുടെ റേഞ്ചിൽ തന്നെയാണ് അറ്റാക്കൊക്കെ പോകുന്നത്. അടുത്ത റോഷറ്റ് ക്യാനൻ. ഓക്കെ, നൈസ്. പെർഫെക്റ്റ്. അടുത്തൊരു ഇൻവി. ഇവൻ അങ്ങോട്ട് കയറൂല, വാഴ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, അവൻ അങ്ങോട്ട് കയറത്തില്ല. ഓക്കെ, റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തു. 2 കൂടെ ചേർത്ത് പിടിച്ചൊരു ഇൻവി ഇട്ട്. ടൗൺ ഹാൾ കിട്ടൂല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നോ വറീസ്. ഓക്കെ, നമ്മുടെ അറ്റാക്കൊക്കെ ഏകദേശം സെറ്റായി. ഒരു ഡ്രാഗൺ നമ്മളിവിടെ ഇറക്കുന്നു. ടൗൺ ഹാൾ കിട്ടോ. യെസ്, ടൗൺ ഹാൾ കിട്ടി. ഗുഡ്, നൈസ്, പെർഫെക്റ്റ്. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഈ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, പുതിയ സേജ് മെഷീൻ, മിനിയൻ പ്രിൻസ്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നിരത്തി പിടിച്ച് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടൗൺ ഹാൾ നമ്മുടെ പയ്യൻ കിട്ടിലായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഡ്യൂക്ക് ഡ്രാഗൺ ഈ സൈഡിൽ ഇറക്കാം. ഓക്കെ, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആ ഏരിയയിൽ ഒരു ഇൻവി ഇട്ട് കൊടുത്തു. ഇൻവി എല്ലാം പോയിസൺ ഇട്ട് കൊടുത്തു. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. നമ്മൾ ആ ഏരിയയിൽ എന്തായാലും ഫ്രീസ് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടുത്തെ സിംഗിൾ ഇൻഫർമോയ്ക്ക് ഇട്ട് ഒരു ഫ്രീസ് കൊടുക്കണം. 1 2 3 സ്റ്റാർട്ട്. ഫ്രീസ്. ഓക്കെ, അവിടെ നല്ല ഡാമേജ് കിട്ടുന്നുണ്ടല്ലോ ആ ഏരിയയിൽ നമ്മളൊന്ന് റേജ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, ബേബി ഡ്രാഗൺ ഇവിടെ ഇറക്കാം. ഫയർ സ്പിറ്ററിനെ ഒന്ന് തട്ടിക്കളയാം. ഓക്കെ, എന്താ നമ്മുടെ അറ്റാക്കൊക്കെ സ്മൂത്ത് അല്ലേ? 2 ഇൻവിയും കൂടെ ഉണ്ടായിരുന്നല്ലേ. ആ ഇൻവിയുടെ കാര്യം ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, നമുക്ക് മിനിയൻ പ്രിൻസ് വാക്ക് ചെയ്യാം. ഓക്കെ, മിനിയൻ പ്രിൻസ് നല്ല രീതിയിൽ ചെയ്തു. ഡ്യൂക്ക് ഡ്രാഗൻ ഇട്ട് ഒരു ഇൻവി ഇട്ട് കൊടുക്കാം. ഡ്യൂക്ക് ഡ്രാഗൻ്റെ സ്റ്റണ്ണിങ് എബിലിറ്റി കൊടുത്തു. 2 മിനിയൻസ് ഇറക്കി, ഒരു ആർച്ചർ ഇറക്കി, ഒരു ഫോറക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, നമ്മൾ ഒരു സ്പെല്ലിരിക്കേ തന്നെ നമ്മൾ അടിച്ച് നമ്മൾ അടിച്ച് തകർത്തിട്ടുണ്ട്. സിമ്പിൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പയ്യൻ ഇപ്പോൾ കയറി 6ന് കയറി അറ്റാക്ക് ചെയ്യണം. നമുക്ക് ആ അറ്റാക്കും കൂടെ ഒന്ന് കാണാം. ഓക്കെ, അവൻ എങ്ങോട്ടാ? പറഞ്ഞ തീർന്നുകൊണ്ട് അറ്റാക്കും തുടങ്ങി. ഓക്കെ, അവൻ നല്ല രീതിയിലൊരു ആരോ വിട്ടിട്ടുണ്ട്. ഇവൻ റിസ്ക് ചെയ്താണ് അറ്റാക്ക് ചെയ്യണം കേട്ടോ. ഒരു റിസ്കി അറ്റാക്കാണ് ഇവിടെ ചെയ്യുന്നത് പയ്യൻ. ഓക്കെ, വെറൈറ്റി സാധനങ്ങൾ, ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെയാണ് ഇവൻ അറ്റാക്ക് ചെയ്യണത്. ഓക്കെ, നൈസ്. ഓക്കെ, അവിടെ നടുക്കിട്ടൊരു ടോട്ടം ഇടുന്നു അവൻ. ഓക്കെ, ഗുഡ്. അവൻ്റെ ഡ്യൂക്ക് ഡ്രാഗൺ ഇവിടെ നിന്ന് കുറച്ച് ഡെഡായിക്കൊണ്ടിരിക്കുകയാണ്. സീനില്ല. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി വേണമെങ്കിൽ അടിച്ച് കൊടുക്കാമായിരുന്നു, കുഴപ്പമില്ല. അവിടെ ഗാർഡിനെയും തട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡ്രാഗനും ക്യൂനും കൂടെ. നൈസാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ അറ്റാക്കൊക്കെ പോകുന്നുണ്ട്. ഡ്യൂക്ക് ഡ്രാഗനെ റിക്കവറി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ യവൻ കുറച്ച് പണി വരുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവൻ്റെ അറ്റാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അവൻ അവിടെ ഒരു ടോട്ടം സ്പെൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ക്വീന് ടാർഗറ്റ് ചെയ്തിട്ടില്ല. പണി തരരുത്. ഓക്കെ, അവൻ സ്റ്റിൽ എന്തിനാ ഇപ്പോൾ ഗ്രാൻഡ് വാർഡൻ വിളിച്ചു കൊടുത്തേ? അവനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ടൗൺ ഹാള് ടാർഗറ്റ് ചെയ്തു. കൊള്ളാം. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഒരു ടോട്ടം. ഓക്കെ, ടോട്ടം സ്പെല്ലിട്ടു. ഓക്കെ, നമ്മുടെ റിവെഞ്ച് ടവറിനെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. അടുത്ത ഹീറോസിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. യെസ് ഗൈസ്, അവൻ പല ഡിഫറെൻറ്റ് സ്ട്രാറ്റജി കൊണ്ട് ഉപയോഗിച്ച് അവൻ കിട്ടിലായിട്ട് നല്ലൊരു 3 സ്റ്റാർ കിട്ടി. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, നമുക്ക് ഇനിയൊരു അറ്റാക്കും കൂടെ ഉണ്ട്. ആ അറ്റാക്കും കൂടെ പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റാക്കിലോട്ട് നമ്മൾ പോകുന്നു. നമ്മുടെ ട്രൂപ്സ് എല്ലാം സെറ്റായിക്കൊണ്ട് തന്നെ നമ്മൾ അറ്റാക്കും കൊടുത്തിട്ടുണ്ട്.
ഒരു ടൗൺ ഹാൾ 16 ആണ്. യെസ്, ടൗൺ ഹാൾ 16 ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ആ ഒരു ബിൽഡിംഗ് ദാ ഇവിടെ നിൽക്കുന്ന ഈ ഈഗിൾ ആർട്ടില്ലറിയാണ്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വെയിറ്റ് ഗൈസ്, ഞാൻ വീണ്ടും മാറ്റാൻ മറന്നുപോയി. റോയൽ ചാമ്പ്യൻ എടുത്തില്ല. ഡ്യൂക്ക് ഡ്രാഗൺ ആണെങ്കിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യാനാ എനിക്ക് മനസ്സിലാവില്ല. ഡ്യൂക്ക് ഡ്രാഗനെ നമുക്ക് ഇവിടെ ഇറക്കാം. കൊണ്ട് കളഞ്ഞ് പൊട്ടൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗനെ ഞാൻ എങ്ങോട്ടൊക്കെയാണ് ഇറക്കണേ? സങ്കടം വരുന്നതാ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അടുത്ത എൻജി ഇതെല്ലാം ഈഗിൾ ആർട്ടില്ലറി കിട്ടുമല്ലോ അല്ലേ? താങ്ക് യു വെരി മച്ച്. നല്ലൊരു അറ്റാക്കായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഈഗിൾ ആർട്ടില്ലറി നിനക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഓക്കെ ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ നല്ല രീതിയിൽ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്ത് പറയാനാ. അടുത്തൊരു ഇൻവി, എയർ സ്വൈപ്പർ സെറ്റ്. അടുത്തൊരു ഇൻവിയും കൂടെ ഇട്ടു. ഓക്കെ ഗൈസ്, ഞാൻ റിസ്ക് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മുടെ ഒരു ഡ്രാഗൺ ഇവിടെ ഇറക്കാം. ആ ഡ്രാഗൺ വേണ്ട, ക്വീൻ ഇറക്കി. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. ടോപ്പ് സൈഡിൽ ഒരു ഡ്രാഗൺ. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഈ ഏരിയയിൽ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, ഒരു ലൂണ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കിയിട്ടുണ്ട്. റിസ്ക് അറ്റാക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. നമ്മൾ റിസ്ക് എങ്കിൽ റിസ്ക്. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കാൻ. ഞാൻ മാറ്റണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്നിട്ട് മാറ്റിയില്ല. ഓക്കെ, അലാറവും വന്നുകൊണ്ടിരിക്കണം. മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തു. ഓക്കെ, നൈസ്. ഈ അറ്റാക്കെങ്കിലും ഒന്ന് സമാധാനത്തിൽ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഗൈസ്. ചുമ്മാർ എന്നെ സമാധാനത്തിൽ ചെയ്യാൻ വിടുവില്ല. അതാണ് വേറൊരു കാര്യം. പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രീസ്. ഓക്കെ, അവന്മാരെ ഫ്രീസാക്കി. ആ ഏരിയയിലിട്ട് ഞാനൊരു റേജ് സ്പെല്ലിട്ടിട്ടുണ്ട്. പോയിസൺ ആർക്കെങ്കിലും വേണോ? ആർക്കും പോയിസൺ വേണ്ട. ഹീറോസ് എല്ലാം പോയിസൺ ഇല്ലാതെ തന്നെ തട്ടിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇട്ട് പോയിസൺ. ഒരു ബേബി ഡ്രാഗൺ ഉണ്ട്. ആ ബേബി ഡ്രാഗൺ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇറക്കാം. നമ്മുടെ ഹീറോസ് ഒന്നും ചത്തിട്ടില്ല. വാവ്, കുറച്ചിടുന്നു. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി വേണമെങ്കിൽ സ്റ്റണ്ണിങ് എബിലിറ്റി കൊടുത്തു. ഗൈസ്, എന്ത് പറയണമെന്ന് എനിക്ക് വാക്കുകളൊന്നുമില്ല. സംഭവം ഇതും ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് എൻ്റെ ട്രൂപ്പ് മാറ്റട്ടെ. ക്വീൻ്റെ പകരം നമ്മൾ റോയൽ ചാമ്പ്യൻ. യെസ്, ഓക്കെ, ഹീറോസ് മാറ്റി നമ്മൾ ഇപ്പോൾ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നാളെ ഞാൻ വീണ്ടും ആ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യും. യെസ്, ഇന്നത്തെ വാർ ഒരു രക്ഷയില്ലാതെ കിട്ടില്ല വാറായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല ടാസ്ക് ബേസൊക്കെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ അതിനനുസരിച്ച് ചാലഞ്ചും എടുത്തു. കുറേ റിസ്ക് പരിപാടി നമ്മൾ ചെയ്തായിരുന്നു. കുറേ അറ്റാക്ക് ട്രൂപ്സ് എടുക്കാൻ നേരത്ത് വേറെ സ്ട്രാറ്റജി എന്ന് വിചാരിച്ച് വേറെ രീതി കളിക്കുന്നു. നമ്മൾ ലാസ്റ്റത്തെ ട്രൂപ്പിലാണെങ്കിൽ ഹീറോസ് മാറ്റിയെടുക്കുന്നു. മൊത്തത്തിൽ നമ്മൾ ടോട്ടലി ഒരു ട്വിസ്റ്റ്, നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലാണ് അറ്റാക്ക് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് നമ്മളെല്ലാ അറ്റാക്ക് നല്ല ഒരു സക്സസ്ഫുള്ളി നമുക്ക് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഐ എം വളരെ ഒരു ഹാപ്പിയിലാണ്. അവന്മാർ ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സ്റ്റാർസ് 2 ബേസാണ് അവന്മാർ 2 സ്റ്റാർ വെച്ച് കിട്ടിയത്. നമുക്ക് ഒരു ബേസേ കിട്ടിയിട്ടുള്ളൂ. ഇനി താഴത്തെ 2 ബേസാണ്. താഴത്തെ 2 ബേസ് ഇവന്മാർ കളിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. 2 ബേസ് ഇവന്മാർ കളിച്ചില്ലെങ്കിൽ കുറച്ച് ബാഡാണല്ലോ. 5 മണിക്കൂർ 46 മിനിറ്റ്. നമുക്ക് നോക്കട്ടെ, ഇവർ കളിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അത്യാവശ്യം നല്ല ടാസ്ക് ബേസ് തന്നെയാണ്. പൊട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ ഈ പുറമേ വെച്ച് നോക്കരുത്. അത് ഇന്നലെ എനിക്ക് കിട്ടിയൊരു പാഠമാണ്. ഞാൻ പുറമേ വെച്ച് നോക്കി ലാസ്റ്റ് പൊട്ടോ ജയിക്കോ അങ്ങനത്തെ അവസ്ഥ. ജസ്റ്റ് മിസ്സിൽ നമ്മൾ ജയിച്ചു പോയ ഒരു വാറായിരുന്നു കഴിഞ്ഞ വാറ്. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതേപോലെ തന്നെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവര് കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ, ഈ പ്രാവശ്യത്തെ അത്യാവശ്യം നമ്മുടെ ക്ലാനിന് എല്ലാം നല്ല ഒരു കുറച്ച് ടാസ്ക് പിടിച്ച ബേസൊക്കെയാണ്. അപ്പോൾ ഈ ക്ലാൻ വാറിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. ഒരു ഐഡിയ ഇല്ല ഗൈസ്, പറഞ്ഞ വഴി വെച്ച് കാണാം. ബൈ.